വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കോഫി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ കോഫി കേക്ക് നല്ല സ്പോഞ്ചിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ സീബ്ര കേക്കായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കോഫി കേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ കോഫിയുടെ മിക്സ് ഫുള്ളായിട്ടും ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കോഫി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ കോഫി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ചേർക്കുന്നത് ബ്രൗൺ ഷുഗറാണ്, അല്ലാതെ സാദാ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചൂടുള്ള വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. ഇതിൻ്റെ എഗ് വൈറ്റും എഗ് യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.25 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് പകുതി വീതം ഈ എഗ് യോക്കിലേക്കും എഗ് വൈറ്റിലേക്കും ചേർത്ത് കൊടുക്കണം. ആദ്യം ഈ എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാരയിൽ നിന്നും പകുതി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ടാണ് ബീറ്റ് ചെയ്യേണ്ടത്. ലോ സ്പീഡിൽ ആദ്യം ബീറ്റ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ പഞ്ചസാര 2 ടേബിൾ സ്പൂൺ വീതം ചേർത്തിട്ട് ഹൈ സ്പീഡിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്യുന്ന ബൗളൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം. ഒട്ടും നനവില്ലാത്ത ബൗൾ എടുത്താൽ മാത്രമേ ഇത് ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫ് പീക്സ് ആക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. പഞ്ചസാരയിൽ നിന്നും പകുതി ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫ് പീക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഈ എഗ് യോക്കിലേക്ക് ബാക്കിയുള്ള പൊടിച്ച പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ ചേർത്തിട്ടുണ്ട്, വെജിറ്റബിൾ ഓയിലാണ്. ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം. ഇതും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഈ എഗ് യോക്കിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. മൈദയും ബേക്കിംഗ് പൗഡറും അരിച്ച് ചേർത്തിട്ടുണ്ട്. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് ബീറ്റർ കൊണ്ട് ലോ സ്പീഡിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഇട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പകുതി ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് ഓവർ ബീറ്റ് ചെയ്യാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എഗ് വൈറ്റിൻ്റെ മിക്സിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച എഗ് വൈറ്റിലേക്ക് ഈ മിക്സ് ഒഴിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കോഫി ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതിൽ നിന്ന് കുറച്ച് ബാറ്റർ എടുത്ത് ഈ കോഫി ഒന്ന് മിക്സ് ചെയ്തിട്ട് സീബ്ര കേക്ക് പോലെയാണ് ചെയ്തെടുക്കുന്നത്. ഒരു ബൗളിലേക്ക് ഈ കോഫി ചേർക്കാം. കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചിട്ട്
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് ടിന്ന് ബേക്കിംഗ് പേപ്പറൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. സൈഡിലും ബേക്കിംഗ് പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ വൈറ്റ് ബാറ്റർ ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കോഫി ബാറ്റർ ഒഴിക്കാം. സെൻറ്ററിലായിട്ട് ഒഴിച്ചു കൊടുക്കണം. വീണ്ടും വൈറ്റ് ബാറ്റർ ഒഴിച്ചു വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കോഫി ബാറ്റർ അങ്ങനെ ഈ ബാറ്റർ തീരുന്നത് വരെ ഇതേപോലെ ചെയ്തെടുക്കാം. ഓവൻ 170 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് സ്പോഞ്ച് കേക്ക് ആയതുകൊണ്ട് 170 ഡിഗ്രിയിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഒരു സ്ക്യൂവർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ കൊടുക്കാം. ഇത് എൻ്റെ ഓവനിൽ 50 മിനിറ്റ്സ് ആണ് എടുക്കുന്നത് ബേക്കായി കിട്ടാൻ. ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. കേക്ക് ബേക്കായിട്ടുണ്ട്. 50 മിനിറ്റ്സ് ആണ് എടുത്തത്. സ്ക്യൂവർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്ക്യൂവർ ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് ചൂട് പോയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു സ്പ്രിംഗ് ഫോം പാൻ ആയതുകൊണ്ടാണ് ഞാനിത് കേക്ക് പാൻ റിമൂവ് ചെയ്യുന്നത്. അല്ലാതുള്ള പാനാണെങ്കിൽ ചൂട് പോയിട്ട് മാത്രമേ പാനിൽ നിന്ന് മാറ്റാവൂ. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. ഇത് ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇതിന് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ഭംഗിയുള്ള കോഫി കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കോഫി കേക്കിൻ്റെ റിക്വസ്റ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കേക്ക് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.